ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഈ ദോശയും ചട്നിയൊക്കെ എന്താ കാണിക്കണേന്നായിരിക്കും ഫസ്റ്റ് തന്നെ. ഒന്നുമില്ല, ഞാൻ തിരക്കിട്ട് പോകുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ വീട് ഇവിടെ അടുത്താണ്, വെറുതെ പോയതാട്ടോ. ഇത് ഉമ്മൻ്റെ മുറ്റത്ത് പച്ചീരിട്ടപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വെയിലടിക്കും. ഭയങ്കര വെയിലാന്ന് വെച്ചാൽ ആ മുറ്റം ഭയങ്കര ചൂടുമാണ് വെയിലുമാണ്. നമ്മളവിടെയൊക്കെ നല്ല ചോലകളുണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഉമ്മൻ്റെ അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം പച്ചരിയൊക്കെ വേഗം ഉണങ്ങിയെന്ന് പറയുമായിരുന്നു. ഇത് ആയുഷിൻ്റെ കിളിയാണ്. എൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിലൊന്ന് ചത്തുപോയി മുടട്ടപ്പം പാവം. ആയിഷ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. പുതിയ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഇതാ ഇവളാണ് ആൾ എൻ്റെ വ്ളോഗിലൊക്കെ ഉണ്ടാകുന്ന. പിന്നെ അനിയനെ കളിപ്പിക്കുന്ന തിരക്കുക. അപ്പത്തേന് എൻ്റെ ആ നാത്തൂനിക്ക് മൊജിറ്റൊക്കെ അടിച്ചു തന്നിട്ടോ. പിന്നെ ഇതാ അവിടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെയാണ്. എന്താണ് ഇറച്ചിക്കറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന തിരക്കാണ്. അങ്ങനെ ഓരോന്ന് ഫുഡിലേക്കുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ പിന്നെ ആദ്യം എൻ്റെ ചെറുപ്പത്തിലെ ചോറും കറിയൊക്കെ വേഗം ആക്കണം എന്ന് നിർബന്ധം എൻ്റെ അമ്മക്ക്. ഒന്നല്ല, അത് ആക്കി കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. എപ്പോൾ തിന്നണമെന്നല്ല, എപ്പോൾ കഴിച്ചാലും കുഴപ്പമില്ല. അതാക്കി വെച്ചാൽ പരിപാടി വേഗം കഴിയുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അത് വേഗം ചെയ്ത് വെക്കൂട്ടോ. ഇവിടെ ഈ വത്തകയില്ലേ, ഇത് എൻ്റെ ചെറിയ ബ്രദറും ഫ്രണ്ട്സുകളൊക്കെ കൂടി വോട്ടർമാർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടല്ലേ, ഇത് കൊടുക്കുമ്പോൾ ഭയങ്കര ഉപകാരമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു പരിപാടിയിൽ നിൽക്കാനും ഇത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവനക്ക് ചെറുതായിട്ടൊരു ആക്സിഡൻ്റൊക്കെ പറ്റി. ഇതാ ഈ വണ്ടി സ്ലിപ്പാവേ വേറെ വണ്ടിക്ക് സൈഡ് കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്താണ്. അപ്പം കാൽക്കും കൈക്കൊക്കെ നല്ല പരുക്കുണ്ട്. ഈ പാത്രത്തിൽ ഇട്ടിട്ടായിരുന്നു വെള്ളം കൊണ്ടുപോയത്. ഇതൊന്നായിട്ട് വീണ് പാത്രത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, പൊട്ടി പൊളിഞ്ഞെന്ന് അറിയാം. എന്തോ ഒരു അള്ളാൻ്റെ കാവൽ, അതുപോലെ തന്നെ നമ്മളെ മക്കളെ ഭാഗ്യം, അവൻ്റെ മക്കളെ ഭാഗ്യം എന്നും പറയാം. അൽഹംദുലില്ലാ, വലുതെന്തോ വരുന്നത് പഠിച്ചവൻ ചെറുതാക്കി മാറ്റിയെന്ന് പറയാം. വണ്ടിയൊക്കെ എന്തായാലും പൊട്ടി പൊളിഞ്ഞിരിക്കണ്. അൽഹംദുലില്ലാ, കുഴപ്പമില്ലാതെ കഴിച്ചില്ലായല്ലോ. പിന്നെ എൻ്റെ അമ്മൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തുള്ള മോളെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മളെ മുറ്റത്ത് തന്നെ നിന്നാൽ എല്ലാം കാണാൻ പറ്റും. അവരുടെ ഗാനമേളയും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ നമ്മളിതാ പിറ്റേന്ന് അവിടെ ഹോളിലേക്ക് കല്യാണത്തിന് പോവാം കേട്ടോ. അപ്പോൾ ഞാനും നാത്തൂനും മോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ പന്നിയാങ്ങരയിൽ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് എന്തോ കല്യാണം നമ്മളെ പന്നിയാങ്ങരയിൽ തന്നെ. അപ്പം ഇവിടെ വന്നപ്പോൾ ഇതാ വെൽക്കം ഡ്രിങ്ക് എടുക്കണ്ടായിരുന്നു. വത്തക്ക ജ്യൂസ്, അതുപോലെ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ട്. നമ്മൾ വത്തക്ക ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇവർ വീട്ടിലെ ഫസ്റ്റ് പരിപാടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നല്ല സെൻട്രൽ എ സി അതിനൊക്കെ കൊണ്ട് കൂളിംഗ് ഉണ്ടായിരുന്നു. അതിനോണ്ട് അത്ര ചൂടൊന്നും അനുഭവിച്ചില്ല. അപ്പോൾ കുറച്ച് അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. നല്ല ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് അടിപൊളി ചൂടേനും. എല്ലാവരും നിന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. തിരക്ക് കൂടുതൽ കാരണമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നല്ല ചൂടോടെ ജിലേബിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മധുരം അത്ര ലൈക്കല്ലാത്തതിനോട് അങ്ങോട്ട് പോയില്ല. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.